ചോദിക്കണം. അതായത് ചേച്ചി BJP പ്രവർത്തിയാണ്. BJP പ്രവർത്തി എന്നുള്ള കാഴ്ചപ്പാടിൽ ഇപ്പോൾ എന്താണ് ഈ കേരളത്തിൽ BJPയുടെ വളർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്, കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ഈ മെയ് 4 എത്രത്തോളം റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? മെയ് 4 BJP കേരളത്തിലെ വളർച്ച എത്ര സീറ്റ് കിട്ടണം, എത്ര മണ്ഡലം കൈക്കലാക്കും BJP എന്ന് വിചാരിക്കും? ഞങ്ങൾ പരമാവധി ഏറ്റവും കൂടുതൽ കിട്ടും തന്നെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു കൗണ്ട് പറയാൻ പറ്റും? ഞങ്ങൾ ഒരു എന്താ പറയുക 10 മുതൽ 15 വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. 10 മുതൽ 15 വരെ. ഏതൊക്കെ മണ്ഡലമായിരിക്കും? മണ്ഡലങ്ങൾ ഇപ്പോൾ നമ്മുടെ ശോഭേച്ചിയുടെ മണ്ഡലം നമ്മളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് പാലക്കാട് പിഷാരടിക്ക് പകരം ശോഭ സുന്ദരൻ തീർച്ചയായിട്ടും ശോഭേച്ചി തന്നെ ജയിക്കും. അത് നമുക്ക് ഉത്തമ വിശ്വാസമുണ്ട്. എന്തായാലും ശോഭേച്ചി തന്നെ ആയിരിക്കുമല്ലോ അവിടെ ജയിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണെങ്കിലും പിന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി ആണെങ്കിലും അവരെല്ലാവരും ജയിക്കാൻ സാധ്യതയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ആ മണ്ഡലങ്ങളെല്ലാം നമ്മുടെ കയ്യിലാവുന്നുള്ളത് നല്ല പൂർണ്ണ വിശ്വാസത്തോടെ ഒരു BJP പ്രവർത്തക എന്ന നിലയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് നമുക്ക്. കേരളത്തിൽ BJP ആയിരിക്കുന്ന ഒരവസ്ഥ എന്താണ്? കേരളത്തിൽ BJPയുടെ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനാർത്ഥി വരുന്ന നേതാവ് ആരായിരിക്കും പറഞ്ഞത്? അത് ഏത് വർഷം? അത് 2031 എന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മളുടെ ഒരു വിശ്വാസവും നമ്മൾ പ്രവർത്തിക്കുന്നതും അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന BJP സർക്കാരിന് വേണ്ടിയിട്ട് എന്തായാലും എല്ലാവരും സഹകരിച്ച് നമ്മൾ ആ സ്ഥാനത്തേക്ക് എത്തുമെന്ന് തന്നെ പൂർണ്ണ വിശ്വാസമാണ്. വേറെ കാര്യം, നേരത്തെ പാലക്കാടിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് കഴിക്കാം. പാലക്കാട് ശോഭാസുരന് കുറേ വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, വീട്ടിൽ പോയി പൈസ കൊടുത്തു നോക്കാൻ. അതിൽ എത്രത്തോളം സത്യം വിശ്വസിക്കുന്നു? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യമില്ല, ഒന്നും സത്യമല്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശോഭേച്ചി ജയിക്കും എന്നുള്ളതിൻ്റെ പേരിൽ വന്ന വിമർശനങ്ങളാണ് അതൊക്കെ. അത് പരാജയം വരണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു തരം വെപ്രാളം, അത്രയേ ഉള്ളൂ. നമ്മൾ അങ്ങനെ എടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭേച്ചി ജയിക്കും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു അവരുടെ ഒരു വിഷമം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു വിഷയത്തിലും നമ്മളെ സംബന്ധിച്ച് ശോഭേച്ചി പെർഫെക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഒരു തരത്തിലും ശോഭേച്ചി അങ്ങനെ ഒരു എന്താ പറയുക വിമർശനങ്ങൾക്ക് നേരെ നിൽക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് ഓരോരുത്തരുടെ എന്താ പറയുക, ഇപ്പം മറ്റുള്ള പാർട്ടിക്കാർക്കുള്ളൊരു തോന്നലുണ്ടല്ലോ, ജയിക്കും എന്ന് തോന്നുമ്പോൾ. അതായത് ഇപ്പൊ BJP പ്രവർത്തക നിലയിലില്ലേ കേരളത്തിൽ നിങ്ങൾക്ക് വെല്ലുവിളിയായിട്ട് തോന്നുന്ന ഒരു പാർട്ടി പറഞ്ഞത് ഏതായിരിക്കും? കേരളത്തിൽ നിങ്ങൾക്ക് വെല്ലുവിളിയായി തോന്നുന്ന ഒരു പാർട്ടി പറഞ്ഞത് ഏതായിരിക്കും? നമുക്ക് വെല്ലുവിളി എന്ന് തോന്നുന്ന പാർട്ടികൾ എന്ന് പറയാൻ അങ്ങനെ ഉണ്ടോ ഇപ്പോൾ? കാരണം യാതൊരു കോൺഗ്രസും LDF ഒന്നും നിങ്ങൾക്ക് അല്ല, LDF UDF ഒന്നും നിങ്ങൾക്ക് ഒരു ഭീഷണിയല്ല. അങ്ങനെ പറയാം. ഇപ്പം എല്ലാ ഓരോ സംസ്ഥാനങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവിടവും കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട്, LDF ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ജയിച്ച് കയറിയിട്ടല്ലേ ഉള്ളൂ. അപ്പം അതുപോലെ തന്നെ നമ്മളിവിടെ അങ്ങനെ യാതൊരു ഭീഷണിയൊന്നും ഇല്ല നിങ്ങൾക്ക്? യാതൊരു ഭീഷണിയായിട്ട് തോന്നിയിട്ടില്ല. BJP പ്രവർത്തക നിലയിലില്ല ഇപ്രാവശ്യത്തെ മെയ് 4 എത്രത്തോളം റിസൾട്ട് പ്രതീക്ഷിക്കുക? എത്ര സീറ്റ് കൈക്കലാക്കും BJP? ഞാൻ നേരത്തെ തന്നെ കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു വർഷങ്ങളോളം. അവരുടെ പ്രവർത്തനത്തിൽ അതായത് മഹിളകൾക്ക്, സ്ത്രീകൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പ്രാതിനിധ്യം കൊടുക്കാതെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അത് കണ്ട് സഹിച്ചിട്ടാണ് ഞാൻ BJPയിലേക്ക് മാറിയത്. BJPയുടെ പ്രവർത്തനത്തിൽ വന്നതിന് ശേഷം എനിക്ക് ആത്മാഭിമാനമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. അഭിമാനത്തോടെ ചോദിക്കട്ടെ, എത്ര സീറ്റ് BJP മെയ് 4 കൈക്കലാക്കുന്ന നമ്മുടെ ആഗ്രഹം ഒരു 10-40 സീറ്റെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. 40 ഒരു സീറ്റ് നിലവിലില്ല. നിലവിലൊരു സീറ്റ് പോലും ഇല്ല. ഇനി ഉണ്ടാവും സീറ്റ് കേരളം കയ്യിലാക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഏതായാലും പണ്ടത്തേലും എല്ലാം മാറ്റം വന്നിട്ടുണ്ട്, മാറ്റം ഉണ്ടാവും കേരളത്തിൽ. മോദിജിയുടെ ഭരണത്തിൽ ഒരുപാട് മാറ്റം വരുത്താനായിട്ട് മോദിജിയും സർക്കാരും എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ അനുസരിച്ച് ഇവിടെ ജനങ്ങൾക്കും മാറ്റം വന്നിട്ടുണ്ട്. അല്ല, നിങ്ങൾക്കില്ലേ BJP പ്രവർത്തക നിലയിൽ നിങ്ങൾക്ക് വെല്ലുവിളിയായി തോന്നുന്ന പാർട്ടിക്ക് ഏതാണ്? കേരളത്തിൽ ആരാണ് നിങ്ങൾക്ക് വെല്ലുവിളിയായി തോന്നുന്ന പാർട്ടി? ആരാണത് കേരളത്തിൽ ആരാണ്? കേരളത്തിൽ വെല്ലുവിളി ഇപ്പോൾ 2 പാർട്ടിക്കാരും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണല്ലോ നിൽക്കുന്നത്. നിങ്ങൾക്ക് BJP പ്രവർത്തകർക്ക് വെല്ലുവിളിയായിട്ട് അത് കോൺഗ്രസ് തന്നെയാണ്. LDF നിങ്ങൾക്കൊരു വെല്ലുവിളിയല്ല? അല്ല, അവര് തീർന്നു. ഇത്തവണ തീർന്നു. പിണറായി വിജയന്റെ ഭരണം തീരണം.
തീർച്ചയായും തീരണം. അതിലാണ് നമുക്ക് സന്തോഷം. എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ളൊരു ഇതും ഉണ്ടായിട്ടില്ല. 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം എങ്ങനെയുണ്ട്? 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം എങ്ങനെയുണ്ട്? ഭയങ്കര ബോറായിരുന്നു. പറയണതിൽ യാതൊരു സംശയവുമില്ല. ബോറായിരുന്നു പ്രവർത്തനങ്ങൾ. സത്യത്തിൽ അദ്ദേഹത്തിന് പറയുന്നല്ലേ പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞ് 2500 കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ എപ്പോഴും 2000 വരെ തന്നെ എത്തിയിട്ടുള്ളൂ. എത്താൻ സാധിച്ചുള്ളൂ. അവർക്ക് പറഞ്ഞ വാക്കുകളൊന്നും സാധിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ പേര് PB ആനന്ദവല്ലി. ഞാൻ മഹിളാ മോർച്ചയുടെ വൈസ് പ്രസിഡൻ്റാണ് പറവൂർ മേഖലയുടെ. ഈ പ്രവർത്തനത്തിൽ എനിക്ക് ആത്മാഭിമാനമുണ്ട്, അന്തസ്സുണ്ട്. മോദിജിക്ക് ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഭരണം നിലനിന്ന് കാണണം. നമ്മുടെ നാടിന് ഐശ്വര്യം ഉണ്ടാവണം, പുരോഗതി ഉണ്ടാവണം, സാധാരണ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. അതായത് BJP പ്രവർത്തക നിലയിൽ കേരളത്തിൽ ഈ മെയ് 4 എത്രത്തോളം സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് BJP പ്രവർത്തക നിലയിൽ? ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. കിട്ടും. സീറ്റ് എണ്ണം പറയുന്നില്ല. കേരളത്തിൽ മാറ്റമുണ്ടാവും. ഞങ്ങൾ ഒരു ഏകദേശം നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവില്ല, ഒരു ഭാവി ഉണ്ടാവില്ല. നിങ്ങൾ ഭാവിയെ നോക്കി കാണുന്നതല്ല. BJPയുടെ ഭാവി കേരളത്തിൽ എത്രത്തോളം ഉണ്ടാവും മെയ് 4? മെയ് 4 ഞങ്ങൾ ഒരു 7 സീറ്റെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. 7 സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിൽ മാറ്റം ഉണ്ടാവും. ഇപ്പോഴത്തെ വേറെ ചോദ്യം പറഞ്ഞല്ലേ, നിങ്ങൾക്കില്ല ഇപ്പോൾ നിലവിൽ വെല്ലുവിളിയായി തോന്നുന്ന പാർട്ടി പറയണ ഏതാണ്? BJP പ്രവർത്തകർക്ക് വെല്ലുവിളിയായിട്ട് തോന്നിയിട്ട് കേരളത്തിലെ പാർട്ടി പറയണ ഏതാണ്? ഞങ്ങൾക്ക് വെല്ലുവിളിയില്ല. ഇടത് വലത് ഭരണത്തിൻ്റെ ഈ നിങ്ങൾക്കൊരു ഒട്ടും വെല്ലുവിളിയായി തോന്നുന്നില്ല BJP അല്ല UDF കോൺഗ്രസും അതേപോലെ തന്നെ LDF ഒന്നും നിങ്ങൾക്കൊരു യാതൊരു വെല്ലുവിളിയല്ല? ഞങ്ങൾക്ക് യാതൊരുവിധ വെല്ലുവിളിയല്ല. കാരണം രാജ്യം ഭരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കേരളം ഭരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ജനങ്ങളത് തിരിച്ചറിയും. ഏത് വർഷം കേരളത്തിൽ BJP അധികാരത്തിൽ വരും? 2031 വരും. അന്ന് ആരായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരും? അത് തീരുമാനിച്ചിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരൻ. അത് അപ്പോഴത്തെ സംഘടനാ തീരുമാനം അനുസരിച്ച്, സീറ്റ് നിർവഹണം അനുസരിച്ച് ആയിരിക്കും. ഇപ്പോൾ സാധ്യമാക്കിയിരിക്കുന്ന ഈ വനിതാ സംവരണ ബില്ല് വേറെ ഇരു രാഷ്ട്രീയ കക്ഷികളും ഇത്ര നാളും മൂടപ്പെട്ട്, ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് മുന്നേറാൻ ഒരു അവസരം നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ BJP സർക്കാരിന് മാത്രം ഈ ഒരു ബില്ല് പാസ്സാക്കാൻ ധൈര്യമുണ്ടായുള്ളൂ. വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ VD സതീശൻ ഇലക്ഷൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് കേരളത്തിൽ അതായത് കേരള കോൺഗ്രസ്സിൽ 100 സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നിട്ടില്ലെങ്കിൽ VD സതീശൻ വനവാസത്തിന് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ BJP പ്രവർത്തകരുടെ കാഴ്ചപ്പാടിൽ എന്ത് പറയുന്നു? VD സതീശൻ വനവാസത്തിന് പോകുമോ? തീർച്ചയായിട്ടും അദ്ദേഹം പോകാനാണ് സാധ്യത. കാരണം പറവൂർ മണ്ഡലത്തിൽ നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. 25 വർഷക്കാലം പറവൂരിൽ MLA ആയിരുന്നു. അതിൽ 5 വർഷം മന്ത്രിപദത്തിന് തുല്യമായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് കൂടി ആയിരുന്ന അദ്ദേഹം പറവൂരിൽ എന്ത് വികസനമാണ് നടത്തിയെന്ന് പറവൂരിൻ്റെ ജനതകൾക്കറിയാം. ഇല്ലെങ്കിൽ പറവൂരിൻ്റെ താലൂക്ക് ആശുപത്രിയിലേക്കൊന്ന് ചെന്നാൽ മതി. ഏറ്റവും സാധാരണക്കാർ ആശ്രയിക്കുന്നതാണ് പറവൂർ താലൂക്ക് ആശുപത്രി. അവിടെ 25 വർഷമായിട്ട് എന്ത് വികസനമാണ് അദ്ദേഹം സാധ്യമാക്കിയിരിക്കുന്നത് എന്ന് ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം പറഞ്ഞാൽ മതി. എന്നിട്ട് പറവൂർ ആൾക്കാർ VD സതീശൻ 25 വർഷമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് പറവൂരിൻ്റെ പ്രത്യേകത. അതാണ് പറവൂരിൻ്റെ പ്രത്യേകത. കാരണം അവർ വികസന മുരടിപ്പിൻ്റെ പടുകുഴി കിടക്കുകയാണ്. അവർക്ക് വികസനം എന്താണെന്ന് തൊട്ടടുത്ത മണ്ഡലത്തിലെ ആലുവ, കൊടുങ്ങല്ലൂർ അവിടെയൊക്കെയുള്ള ആശുപത്രികൾ അവരൊന്ന് സന്ദർശിച്ചാൽ മാത്രം മതി. ഇവിടെ ഈ MLA എന്ത് സാധ്യമാക്കി ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക്. ഇത്രയും ചെറിയ ഒരു നഗരത്തിൻ്റെ ഈ ഒരു ട്രാഫിക് ബ്ലോക്കുകൾ, ഇതിനൊരു എന്തെങ്കിലും ഒരു സജ്ജീകരണം ഇത്രയും 25 വർഷക്കാലം മുമ്പ് എന്തായിരുന്നോ പറവൂര്, ആ പറവൂരിന് വലിയ വ്യത്യാസമൊന്നും വരുത്താത്ത രീതിയിൽ പുള്ളി ആ പഴമ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യം പറഞ്ഞല്ലേ, ഇപ്പോൾ ചേട്ടൻ BJP പ്രവർത്തകനാണ്. അപ്പോൾ ഈ വരുന്ന മെയ് 4 BJPയുടെ വളർച്ച എത്രത്തോളം ഉണ്ടാവുമെന്നാണ് കേരളത്തിൽ ഉണ്ടാവുന്ന ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? കേരളത്തിൽ BJP നിർണായകമായിട്ടുള്ള വളർച്ച ഉണ്ടാവും. പറവൂരും ഉണ്ടാവും, അതുപോലുള്ള വളർച്ച തന്നെ ഉണ്ടാവും. കേരളത്തിൽ 11 സീറ്റ് മുതൽ 20 സീറ്റ് വരെയും കേരളത്തിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. മെയ് 4 20 സീറ്റോളം BJP കയ്യിലാക്കും. ഏതൊക്കെ മണ്ഡലമായിരിക്കും മണ്ഡലം? തിരുവനന്തപുരത്ത് 4 മണ്ഡലങ്ങൾ, തൃശ്ശൂർ, പാലക്കാട്, മഞ്ചേശ്വരം 2 മണ്ഡലം,
അങ്ങനെ മണലൂർ, അങ്ങനെയുള്ള മണ്ഡലങ്ങൾ 11 മണ്ഡലങ്ങൾ, 9 മണ്ഡലങ്ങളിൽ നിർണായക മത്സരമുണ്ട്. എങ്ങനെയായാലും ജയിക്കാൻ സാധ്യതയുണ്ട്. 19-20 മണ്ഡലങ്ങളിൽ ജയിക്കും. ഇതില് പാലക്കാട് മണ്ഡലം എടുക്കുകയാണെങ്കിൽ പാലക്കാട് ശോഭാ സുരേന്ദ്രനും അതേപോലെ രമേശ് പിഷാരനാണ് കട്ടക്ക് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് ശോഭാ സുരേന്ദ്രൻ കുറേ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്, വീട്ടിൽ പോയി പൈസ കൊടുത്തു എന്നുള്ള. അതിനോട് എന്താ പറയാനുള്ളത്? പൈസ കൊടുത്തു എന്നുള്ള ശോഭാ സുരേന്ദ്രൻ്റെ മണ്ഡലത്തിൽ തന്നെ എല്ലാ മണ്ഡലത്തിലും എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു വർത്തമാനങ്ങളാണത്. വാജ്പേയിയുടെ കാലത്തുണ്ടായാലും സാരി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ശോഭാ സുരേന്ദ്രൻ അതിന് ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ വ്യക്തമായിട്ട് മാധ്യമങ്ങളെ ധരിപ്പിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ജനങ്ങളെ ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാലക്കാട് ശോഭക്കൊന്നും സംഭവിക്കാനില്ല. റിസൾട്ടിനെ ബാധിക്കാൻ പോകുന്നില്ല. റിസൾട്ടിനെ അത് ബാധിക്കുന്നില്ല. പിന്നെ BJP ജയിക്കുമെന്ന് പറയുന്നത് SIR നടപ്പാക്കിയോടുകൂടി പാലക്കാട് മണ്ഡലത്തിൽ അനധികൃതമായിട്ടുള്ള വോട്ടിൻ്റെ ഗണ്യമായിട്ടുള്ള കുറയലുകൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ശ്രീധരൻ മാഷ് മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്ന വോട്ടിനേക്കാളും കൂടുതൽ വോട്ട് കിട്ടും. 4000 വോട്ടിന് എങ്ങനെയായാലും ശോഭാ സുരേന്ദ്രൻ ജയിക്കും. പറവൂർ മണ്ഡലത്തിൽ എടുത്തു വരികയാണെങ്കിൽ 25 വർഷമായിട്ട് VD സതീശനാണ് പറവൂർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറവൂരിൻ്റെ ഈ 25 വർഷത്തിൽ വികസനം എന്താണ് ചേട്ടൻ കാണുന്നത്? വികസനം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ വേദികളിലും ഞങ്ങൾ 19 സ്ഥലത്ത് ഞാൻ സംസാരിച്ചാണ് ഈ വിഷയം. വികസനം എന്ന് പറഞ്ഞാൽ വികസനം ഒരിടിപ്പം അല്ലാണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ടൈസൺ മാഷ് ഞങ്ങളുടെ കട്ടെടുത്തുകൊണ്ടാണ് ആ ഒരു സപ്ലിമെൻ്ററി പേപ്പർ ഇറക്കിയത്. ഞങ്ങൾ പ്രസംഗിച്ചു പോയ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിന് മുമ്പും അല്ലാതെയും. ഈ വികസനം പറവൂരുണ്ടായിട്ടില്ല. പറവൂർ ഒരു വികസനം ഉണ്ടായിട്ടില്ല. വികസനം എന്ന് പറയുന്നത് ആകെ വികസനം പറയാവുന്നത് ഈ പറവൂര് ഗവൺമെൻറ് ആശുപത്രിയിൽ കുറച്ച് ബിൽഡിങ്ങുകൾ പണിതിട്ടുണ്ട്, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിതല്ലാണ്ട് വേറെ വികസനമൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ ഒരുപാട് പൈസ അടിച്ചു പോയിട്ടുണ്ട് പുള്ളി. വേറെ ചോദ്യം എന്ന് പറഞ്ഞാലേ ഇപ്പം എന്തുകൊണ്ട് 25 വർഷത്തോളം VD സതീശന് വോട്ട് കിട്ടുന്നു ഭയങ്കര വലിയ ചോദ്യമാണ്. വോട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു. ഒരു വർഷത്തിൽ സംസ്ഥാന മന്ത്രിസഭ മാതിര ഒരു ടൈമിൽ LDF, ഒരു ടൈമിൽ UDF ആയിരുന്നു ഇവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. അത് VD സതീശൻ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ CPIയിൽ അവരുടെ പാർട്ടി ചിത്രങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് നല്ലൊരു സ്ഥാനാർത്ഥിനെ കൊണ്ടൊന്നും മത്സരിപ്പിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുണ്ടായില്ല. ഇലക്ഷൻ്റെ സമയത്ത് VD സതീശൻ പറയുന്നുണ്ടായിരുന്നു 100 സീറ്റ് UDFന് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ UDF അധികാരത്തിൽ ഈ വർഷം വന്നിട്ടില്ലെങ്കിൽ വനവാസത്തിന് പോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെന്തോടാ പറയല്ലോ VD സതീശൻ പറഞ്ഞത്. VD സതീശൻ ഞങ്ങളുടെ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ഞാൻ SNDP യോഗത്തിൻ്റെ പ്രവർത്തകനാണ്. വെള്ളാപ്പള്ളി നടേശനും VD സതീശനും തമ്മിൽ സംസാരിച്ചപ്പോൾ VD സതീശനും വെള്ളാപ്പള്ളിയായിട്ട് പറഞ്ഞപ്പോൾ 100 സീറ്റ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടായി വെള്ളാപ്പള്ളിക്ക്. ആ സമയത്തും പറഞ്ഞിട്ടുണ്ടായി VD സതീശൻ വനവാസത്തിന് പോകുന്നു. അപ്പോൾ 100 സീറ്റ് കിട്ടിയില്ലെങ്കിലും VD സതീശൻ വനവാസത്തിന് പോകണം. അവർക്ക് ഭരണം കിട്ടിയാലും വനവാസത്തിന് പോകണം. എങ്ങനെയായാലും വനവാസത്തിന് പോകണം. ഭരണം കിട്ടുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ടായിരിക്കും. ചാൻസ് കുറവാണ്. ഒരു 68 സീറ്റ് കൂടുതൽ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ VD സതീശൻ വനവാസത്തിന് പോകുമോ? വനവാസത്തിന് പോകണമല്ല, പറഞ്ഞു വാക്ക് പാലിക്കുകയാണെങ്കിൽ പോകേണ്ടി വരും. വാക്ക് പാലിക്കുന്ന ആളാണ് സതീശൻ 2 വിധത്തിൽ പോകണം. ഒന്ന് വാക്ക് പാലിക്കുന്ന ആളാണ്. VD സതീശൻ 2 വിധത്തിൽ പോകണം. വെള്ളാപ്പള്ളിയായിട്ട് പറഞ്ഞേക്കണ ഒരു സംവാദത്തിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വാക്ക് പാലിക്കും. VD സതീശൻ വാക്ക് പാലിച്ചില്ലെങ്കിൽ വാക്ക് പാലിക്കാത്ത ആളാണ് നമ്മൾ പറയേണ്ടി വരും. അല്ലാണ്ട് നമ്മൾ വാക്കും എന്താന്ന് പറയേണ്ടി വരും. അല്ലാണ്ട് ഒന്നും പറയാൻ പറ്റില്ല. വാക്ക് പാലിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പൊള്ളയ വാക്കുകളാണല്ലോ പറയാറ്. എന്താണെന്ന് വെച്ചാൽ വികസനം പറയണതിൽ വികസനം ഇല്ലല്ലോ. വികസനം എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ട് വികസനമായിട്ടും പറയുന്ന ആളാണ്. വേറെ ചോദിച്ചെങ്കിൽ എത്ര വർഷം എടുക്കും BJP ഒന്ന് കേരളത്തിൽ ഭരിക്കണ അവസ്ഥ വരുന്നതാണ്? ഈ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് 10 സീറ്റിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായാലും ജയിക്കും. ഒന്നാമത് പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കണ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കണ വനിതാ ബില്ല് 2031 കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ വർഷം 10 സീറ്റ് കിട്ടും. ഈ വർഷത്തിൽ 10 സീറ്റിൽ കുറയാതെ കിട്ടിയാൽ എങ്ങനെയായാലും വരും ഉറപ്പുണ്ട്. BJPയെ സംബന്ധിച്ച് 2 സീറ്റല്ലേ 80-82 ഉണ്ടായുള്ളൂ. 84 മുഖ്യമന്ത്രി ഈ തവണ മുഖ്യമന്ത്രിയായിട്ട് ഒരു തൂക്ക് മന്ത്രിസഭയാണ് വരാൻ സാധ്യത. അല്ല, ഇപ്പൊ 2031 BJPയുടെ മുഖ്യമന്ത്രി 2031 കാര്യം പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പാർലമെന്ററി പാർട്ടി ആ സമയത്ത് ജയിച്ചു കഴിയുമ്പോൾ കൂടും. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ അനുസരിച്ചായിരിക്കുള്ളൂ. എല്ലാ പാർട്ടിയും അങ്ങനെ തന്നെ ചെയ്യണം. BJP അങ്ങനെ തന്നെ ചെയ്യും. പിന്നെ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ ഇടപെടലുകളും
അതിനെ വേറെന്തേലും ചേട്ടൻ പ്രവർത്തക നിലയിലില്ലേ ഇതൊരു BJP പ്രവർത്തക നിലയിൽ ഈ മെയ് 4 റിസൾട്ട് എങ്ങനെ നോക്കിക്കാണും? എത്ര സീറ്റ് കൈക്കലാക്കും BJP? ഞങ്ങളുടെ ഒരു ഉദ്ദേശം 10 സീറ്റാണ്. ഏതൊക്കെ മണ്ഡലമായിരിക്കും? മണ്ഡലം ഓരോന്നും കൃത്യമായി പറയണോ? പാലക്കാട് കിട്ടും, ശോഭാജി എടുക്കും, തൃശ്ശൂര്, പിന്നെ തിരുവനന്തപുരം, അങ്ങനെ അതിൻ്റെ മണ്ഡലങ്ങൾക്ക് ഒരു 10 പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ. അതിൽ കൂടുതലും വരാം ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച്. 5 വർഷത്തോളമായി VD സതീശൻ പറവൂർ മണ്ഡലത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്, ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, MLA ആയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറവൂർ സ്വദേശി എന്ന നിലയിലും BJP പുറത്ത് എന്ന നിലയിലും VD സതീശൻ്റെ വികസനം എങ്ങനെയുണ്ട് പറവൂർ? വളരെ മോശം വികസനമാണ്. ഇപ്പം നമ്മളുടെ ഈ ഏരിയ റോഡ് അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനുമായിട്ടും കൃത്യമായൊരു വികസനമില്ല. അപ്പോൾ VD സതീശനല്ലേ സ്ഥിരമായിട്ട് വോട്ട് കിട്ടുന്നുണ്ട്, ഇങ്ങനെ സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വികസനം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് വോട്ട് കിട്ടുന്നു, ജയിക്കുന്നു എന്നുള്ളത് ഭയങ്കര വലിയ ചോദ്യമല്ലേ? വികസനമില്ലെങ്കിൽ പിന്നെ അത് ഓരോരുത്തർക്ക് ഇപ്പോൾ ഓരോ പാർട്ടി, ഇപ്പോൾ ഓരോ സെക്ഷൻ ആൾക്കാർ ഓരോ പാർട്ടിയോട് അനുഭാവികളാണ്. ഭൂരിഭാഗം വരുന്ന ആൾക്കാർ VD സതീശന് വോട്ട് ചെയ്യുന്നുണ്ടോന്നല്ല ജയിക്കുന്നത്. എന്തോ ഭൂരിഭാഗം വരുന്ന ആളുകൾ VD സതീശന് വോട്ട് ചെയ്യുന്നുണ്ടല്ല ജയിക്കുന്നത്. അതെ, അത് എന്തുകൊണ്ടാണ്? എനിക്ക് അറിഞ്ഞൂടാ. കാരണം പുള്ളി ജയിച്ച് നല്ല വ്യക്തിയാണെങ്കിലും വികസനം കാര്യമായ രീതിയിൽ നമ്മളുടെ നാട്ടിൽ നടക്കണില്ല. അപ്പോൾ 2 പക്ഷം ആയിട്ടും പറവൂര് ഏകദേശം ഒരു ചേഞ്ചസ് ഇല്ലാത്തൊരു ടൈപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഒരു അവസരം മൂന്നാമതൊരു പാർട്ടിക്ക് കൊടുക്കണമെങ്കിൽ ഇതിൽ നിന്ന് ചേഞ്ചസ് വരുത്താനാണ് ശ്രമം. അത് ജനങ്ങൾ തീരുമാനിച്ച് അതിന് നല്ല രീതിയിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിലെ വത്സല പ്രസന്നകുമാർ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇത് പറവൂര് നല്ലൊരു ചേഞ്ചസ് വരുത്തും. ഇപ്പൊ ഇലക്ഷന്റെ സമയത്ത് VD സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കുന്നില്ല എങ്കിൽ VD സതീശൻ വനവാസത്തിന് പോകുന്നു. അതിനോട് എന്താ പറയാനുള്ളത് ചേച്ചിക്ക്? അതിനോട് എനിക്കൊന്നും പറയാനില്ല. കാരണം അതൊക്കെ ഓരോ പാർട്ടി അത്രയും ഹൈ ലെവലിൽ ഇരിക്കണവരാണ്, അവർക്ക് അത്രയും ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ VD സതീശൻ പറഞ്ഞ പോലെ കോൺഗ്രസ് ഇപ്രാവശ്യം ജയിക്കുന്നതാണോ ചേച്ചി? അത് ഞാൻ പറയില്ല, ആര് ജയിക്കുമെന്ന് എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. ജനങ്ങളാണ് 4-ാം തീയതി അറിയാലോ നമ്മൾക്ക്. ഞാനൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. ആഗ്രഹിക്കുന്നുണ്ടോ VD സതീശൻ വനവാസത്തിന് പോകണം? അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. BJP പ്രവർത്തക എന്ന നിലയ്ക്ക് BJP ജയിക്കണം എന്നൊരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ നിന്ന മണ്ഡലത്തിൽ നിന്ന സ്ഥാനാർത്ഥി ജയിക്കണമെങ്കിൽ ഞങ്ങളെല്ലാവരും വനിതകളാണെങ്കിലും ഈ BJP പ്രവർത്തകരെല്ലാവരും നല്ല രീതിയിൽ അവരോട് സഹകരിച്ച് നല്ലൊരു ചേഞ്ചസ് പറവൂർ വരുത്തും. എൻ്റെ പേര് പ്രീതി രാജഗോപാൽ.